ഹലോ സീസിയൻസ്. എല്ലാവരും ഇപ്പോൾ സെം എക്സാംസും പ്രൊജക്ട്സും ലാബ് എക്സാമിൻ്റെയൊക്കെ തിരക്കായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഒരു കൂൾ എഫക്റ്റ് തരാനായിട്ട് CEC5 എത്തിയിരിക്കുകയാണ്. സോ വെൽക്കം ബാക്ക് ടു CEC5 സീസൺ 4 എപ്പിസോഡ് 4. ഇറ്റ്സ് മീ RJ Anna. NCC നാഷണൽ കേഡറ്റ് കോർപ്സ്. നമ്മുടെ കോളേജിൽ ഒരു ആക്റ്റീവായിട്ടൊരു NCC ഉണ്ടെന്ന് നമ്മളിലെ പലർക്കും അറിയാം. ആ ഓർഗനൈസേഷൻ്റെ ഫോമർ കേഡറ്റ് ക്യാപ്റ്റനായിരുന്നു ഗായത്രി ചേച്ചി. അപ്പോൾ ചേച്ചിയുടെ NCC വിശേഷങ്ങളും കുറേ ഓർമ്മകളും പങ്കുവെക്കാനായി ചേച്ചി ഇന്ന് CEC5 എത്തിയിട്ടുണ്ട്. സോ ലെറ്റ്സ് വെൽക്കം ഗായത്രി എസ് നായർ ടു CEC5. ഹായ് ചേച്ചി, വെൽക്കം ടു CEC5. ഹായ് അന്ന. അപ്പൊ ചേച്ചി എങ്ങനെ പോകുന്നു ലൈഫ് ആഫ്റ്റർ കോളേജ്? ഹൗ ഈസ് ദിസ് ഡേയ്സ് ഗോയിങ് കറന്റ്ലി? കോളേജിന് ശേഷം ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ലൈഫ്. പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. ഇപ്പൊ ഒരു ഇന്റേൺഷിപ്പിന് കയറി. ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുന്നു, ഓരോന്ന് പഠിക്കുന്നു. ഓരോ ദിവസം ഇങ്ങനെ പുതിയത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഏത് ടൈപ്പ് ഓഫ് ഇന്റേൺഷിപ്പ് ഇപ്പൊ ചെയ്യുന്നേ? ഇപ്പൊ ഞാൻ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ്. എന്താ ഒരു പ്രൊഡക്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് ടെസ്റ്റിംഗ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പല QA ടെസ്റ്റിംഗ്, ഓട്ടോമേഷൻ കോഡുകൾ എഴുതുന്നു. ഞാനിപ്പോ ബേസിക്കലി ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കോളേജില് ഒരു നേവൽ NCC ഉണ്ടെന്നും അതൊരു വലിയ സംഭവമാണ് നമ്മുടെ പല ജൂനിയേഴ്സും അല്ല മിക്ക ജൂനിയേഴ്സിനും അറിയില്ല. ചേച്ചി, എന്താണ് ആക്ച്വലി NCC എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി എന്ന് പറയാമോ? NCC എന്താണെന്ന് ചോദിച്ചാ ബേസിക്കലി പറയുകയാണെങ്കിൽ അതൊരു നമ്മളിപ്പോ രാജ്യത്ത് മിലിറ്ററി സിസ്റ്റം ഉണ്ടല്ലോ. ആ മിലിറ്ററി സിസ്റ്റത്തിന്റെ ഒരു ചെറിയ ഒരു ക്യാപ്സ്യൂൾ ഫോമില് നമ്മള് ഒരു യൂത്തിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നു ടു ബി എ സോൾജർ. നമ്മളുടെ ഇപ്പൊ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോ ഇപ്പൊ കോളേജും സ്കൂളും തൊട്ടുണ്ട്. അപ്പൊ ആ ഒരു യൂത്ത് വിങ്ങിനെ ഒരു സോൾജേഴ്സ് ആക്കി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഫേസ് ആണ് NCC എന്ന് പറയാം. ഇപ്പൊ NSSൽ പല ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. സോഷ്യൽ വെൽഫെയർ ആണ് അവരുടെ മെയിൻ മോട്ട്. ഇപ്പൊ NCCയുടെ കാര്യം പറയുമ്പോൾ അവിടെ സോഷ്യൽ വെൽഫെയർ വരുന്നുണ്ട്. കൂട്ടത്തിൽ അവിടെ കുറച്ചുകൂടെ ഒരു സോൾജർ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തെടുക്കുക. ലൈക്ക് യൂണിറ്റി, ഡിസിപ്ലിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുട്ടികളുടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് NCC. അപ്പൊ അതിന് പല വിങ്സ് ഉണ്ട്. ലൈക്ക് നേവൽ, എയർഫോഴ്സ്, ആർമി. ജസ്റ്റ് ലൈക്ക് മിലിറ്ററിയിൽ നമുക്കുള്ള പോലെ തന്നെ NCCയിലും 3 വിങ്സ് ഉണ്ട്. അപ്പൊ അതില് നമ്മുടെ കോളേജിലുള്ളത് നേവൽ NCC ആണ്. അപ്പൊ നമ്മള് നേവൽ വിങ്ങിന്റെ കീഴിലാണ്. അപ്പൊ അവിടെ അത് സംബന്ധമായ ആക്ടിവിറ്റീസ് ആയിരിക്കും നമ്മുടെ കോളേജിൽ നടക്കുക. ലൈക്ക് കയാക്കിംഗ്, ബോട്ട് സെയിലിംഗ്, EP സെയിലിംഗ്, ബോട്ട് പുള്ളിംഗ്, അങ്ങനത്തെ പല വാട്ടർ ആക്ടിവിറ്റീസ് ആയിരിക്കും മെയിൻ ഫോക്കസ്. കൂട്ടത്തിൽ ബേസിക് ഡ്രിൽസ് എല്ലാ NCCക്കും സെയിം ആയിരിക്കും. ആർമി, നേവി, എയർഫോഴ്സ് എല്ലാവർക്കും ബേസിക് ഡ്രിൽസ് എല്ലാം സെയിം ആയിരിക്കും. ജസ്റ്റ് അത് ചെയ്യുന്ന രീതികൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ഒരു സ്റ്റുഡന്റിനെ ഒരു സോൾജർ ആയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് NCC. അപ്പൊ ഒരു മിലിറ്ററി ആസ്പിരന്റ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ NCC കയറുമ്പോ അവർക്കൊരു ബേസിക് ഐഡിയ കിട്ടും. അവര് എത്രമാത്രം ഇതില് സാക്രിഫൈസ് ചെയ്താലേ അങ്ങനെ ഒരു പോസ്റ്റിലോട്ട് എത്താൻ പറ്റൂ എന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതാണ് ബേസിക്കലി NCC. അപ്പം ചേച്ചി ഇത്ര പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ചേച്ചി ഒരു പാഷനേറ്റ് ആയിട്ടുള്ള NCC കേഡറ്റ് ആണ് തന്നെ. അപ്പം ചേച്ചിയുടെ NCC ജേർണി എങ്ങനെയായിരുന്നു ആക്ച്വലി? എന്റെ NCC ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിലെ തൊട്ടേ എനിക്ക് ഈ മിലിറ്ററി, ഡിഫൻസ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ കോരിത്തിരിക്കുന്ന കൂട്ടത്തിലുള്ളതായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ച സ്കൂളുകളിലൊന്നും NCC ഉണ്ടായിരുന്നില്ല. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന് കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ കയറിയത് അടൂർ എഞ്ചിനീയറിംഗ് കോളേജാണ്, ISRD അടൂരാണ്. അവിടെ NCC ഉണ്ടായിരുന്നില്ല. അപ്പൊ NCC ഇല്ലാത്തതിന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ ആ സങ്കടം തീർക്കാൻ അവിടുത്തെ NSSന്റെ ഇന്റർവ്യൂസിനൊക്കെ കുറെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് NSSന്റെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തിയതാ.
NSS കയറാമെന്നും തീരുമാനിച്ചതാ. അപ്പോ സെക്കൻഡ് ഇയറിൽ ട്രാൻസ്ഫറിന്റെ ഓരോ കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, എന്റെ വീട് മലപ്പുറം ആയതുകൊണ്ട് പോയി വരാനുള്ള സൗകര്യത്തിനൊക്കെ ഞാൻ ചെങ്ങന്നൂരോട്ട് ട്രാൻസ്ഫർ അപ്ലൈ ചെയ്തു. അപ്പൊ ഞാൻ നോക്കിയപ്പോ ചെങ്ങന്നൂർ കോളേജിൽ NCC ഉണ്ട്. അപ്പൊ ഞാൻ എന്തായാലും തീരുമാനിച്ചു ചെങ്ങന്നൂരോട്ട് ട്രാൻസ്ഫർ വാങ്ങിക്കാന്ന്. അങ്ങനെ ചെങ്ങന്നൂരോട്ട് ട്രാൻസ്ഫർ ആയി. പിന്നെ ഞാനിപ്പോ അവിടെ സെക്കൻഡ് ഇയർ കൊറോണ കഴിഞ്ഞ സമയം വന്നുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നത്, എങ്ങനെ നടക്കുന്നത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പൊ NCCയുടെ കാര്യം തപ്പി ഞാൻ കുറെ നടന്നു. കുറെ ആൾക്കാരോട് ചോദിച്ചു. അപ്പൊ എങ്ങനെയൊക്കെയോ അറിഞ്ഞു ഗോപകുമാർ സാറാണ് ഇതിന്റെ ഹെഡ് ഇൻചാർജ് എന്ന് അറിഞ്ഞു. അങ്ങനെ സാറിനെ അന്വേഷിച്ച് കുറെ നടന്നു. അങ്ങനെ ആരോടൊക്കെയോ ഞാൻ പോയി NCCയുടെ കാര്യങ്ങൾ ചോദിച്ചു. അങ്ങനെ അവസാനം സെലക്ഷന്റെ അന്ന് ഇവരെല്ലാം എന്നെ തപ്പി നടക്കുകയായിരുന്നു. ലൈക്ക് ഇവരോടെല്ലാം ഞാൻ പോയി ചോദിച്ചിട്ടുണ്ട് സെലക്ഷൻ ആവുമ്പോ വിളിക്കണേ. അങ്ങനെ സെലക്ഷന്റെ അന്ന് ഞങ്ങക്ക് DB പമ്പെ വെച്ചിട്ടായിരുന്നു സെലക്ഷൻ. അവിടെ പോയി ഞാൻ നോക്കിയപ്പോ ഭയങ്കര നല്ല കുട്ടികളുണ്ടായിരുന്നു. ലൈക്ക് എല്ലാരും ഭയങ്കര പാഷനേറ്റ് ആയിട്ട് വന്ന കുട്ടികളായിരുന്നു. പകുതി ഹോപ്പേ ഉണ്ടായിരുന്നുള്ളൂ, കിട്ടൂലെ ഒരു ചാൻസും എനിക്കറിയില്ലായിരുന്നു. എന്തായാലും റിസൾട്ട് വന്നു, കിട്ടി. പിന്നെ അത് കഴിഞ്ഞൊരു വലിയ ജേർണി ആയിരുന്നു. ഫസ്റ്റ് ഇയറും ആ ഒരു കൊറോണ കഴിഞ്ഞ ഒരു സമയമായോണ്ട് അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. യൂണിറ്റി പോക്കൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്നിട്ട് ഞങ്ങളുടെ സീനിയേഴ്സും ഒരുപാട് സപ്പോർട്ട് ചെയ്തു. ഞങ്ങള് ആക്ടിവിറ്റീസിന് പോയി. ഞാൻ അങ്ങനെ ഒരു ഷൂട്ടിംഗ് ക്യാമ്പിന് പോയാണ് ശരിക്കുള്ള NCC ക്യാമ്പ് അറ്റൻഡിങ് ഒക്കെ തുടങ്ങി. അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ പോയിട്ടുള്ളതിൽ ബെസ്റ്റ് ക്യാമ്പ് ആയിരുന്നു അത്. കാരണം ആദ്യമായിട്ട് പോകുന്ന ഒരു ക്യാമ്പ്, അതില് ശരിക്കും ചെങ്ങന്നൂരിനെ റെപ്രസെന്റ് ചെയ്ത് ഗേൾസിൽ നിൽക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എവിടെ ഒരു ലൈനിൽ നിൽക്കുകയാണെങ്കിൽ ഒറ്റ കുട്ടിയായിട്ടായിരുന്നു ഞാൻ നിന്നോണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ പക്ഷെ പോയോണ്ടൊരു ഗുണം ഉണ്ടായത് ബാക്കി എല്ലാ കോളേജുമായിട്ട് മിങ്കിളാവാൻ പറ്റി. എന്നുവെച്ചാ ഇപ്പൊ നമ്മളിപ്പോ ഒരു കോളേജായിട്ട് നിൽക്കുമ്പോ നമ്മുടെ കൂട്ടത്തിലുള്ളവരുമായിട്ട് തന്നെ മിങ്കിളിങ് കൂടുതലായിരിക്കും. ഇത് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നോണ്ട് ലൈക്ക് ഇപ്പൊ എന്തെങ്കിലും മാച്ച് നടക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരാൾ കുറവുണ്ടെങ്കിൽ ഞാൻ പോയി കയറും അവരുടെ ടീമില്. അങ്ങനെ പല മാച്ച് ഞാൻ പലരുടെ കൂടെ കളിച്ചത്. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ATC ഉണ്ടായിരുന്നു. ഞങ്ങള് കോളേജ് മൊത്തത്തിൽ ലൈക്ക് ഞങ്ങളുടെ സീനിയേഴ്സും ഞങ്ങളും എല്ലാം ഒരുമിച്ച് ഒരു ATCക്ക് പോയി. അതും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് നമ്മുടെ കോളേജിന് ഓവറോൾ കപ്പൊക്കെ കിട്ടി. ഞങ്ങൾ അടിച്ചു പൊളിച്ചു വന്നതാണത്. പിന്നെ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എന്റെ ബാച്ചിലുള്ള എല്ലാവരും, ലൈക്ക് ഞാൻ കേറിയത് സെക്കൻഡ് ഇയറിലാണല്ലോ. അപ്പൊ കൂടുതലും ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു. ലൈക്ക് എന്റെ തൊട്ട് ജൂനിയർ ബാച്ച് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്റെ ബാച്ചിൽ നിന്ന് കുറവായിരുന്നു. എന്റെ ബാച്ചിലുള്ളവരൊക്കെ കൂടുതലും എന്റെ സീനിയേഴ്സ് ആയിരുന്നു. അപ്പൊ ഞങ്ങളും സീനിയേഴ്സും രണ്ട് ബാച്ചാണ് ആ ക്യാമ്പിന് പോയത്. അത് അടിപൊളി ബാച്ചായിരുന്നു. ക്യാമ്പായിരുന്നു. അങ്ങനെ അവിടുന്ന് ട്രോഫിയൊക്കെ വാങ്ങിച്ചു. ഒരു ഓവറോൾ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു NCC എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ കോളേജ് ലൈഫ് കൂടുതലും NCCയിലായിരുന്നു. അല്ലാതെ വേറൊരു ലൈഫ് അധികമായിട്ടില്ല. അതെ. ആൻഡ് ചേച്ചി നമ്മുടെ കോളേജിന്റെ കേഡറ്റ് ക്യാപ്റ്റൻ കൂടെയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഹൗ വാസ് ദ വേ ഓഫ് ലീഡർഷിപ്പ്, അല്ലെ ആ പാത്ത് എങ്ങനെയായിരുന്നു? എന്റെ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോ പേഴ്സണലി ഞാൻ മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, അത് ചെയ്യാൻ പറ്റിയില്ല. അത് ഇനിയൊരു ചാൻസ് കിട്ടിയാൽ ചെയ്താലോ എന്ന് സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട്. പക്ഷെ കഴിഞ്ഞു പെട്ടെന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്യാപ്റ്റൻ ആയപ്പോഴത്തേനും ഞാൻ 4th ഇയർ ആയി. അപ്പോഴത്തേന് പ്ലേസ്മെന്റ് അങ്ങനെ വന്നിട്ട് അധികം ഇൻവോൾവ് ആവാൻ പറ്റിയില്ല. ബട്ട് എന്തൊക്കെയോ ചെയ്തു. ബട്ട് എന്റെ ഒരു ലെവലിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയില്ല. എന്നെ ഒരുപാട് ഗൈഡ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കേഡറ്റ് ക്യാപ്റ്റൻ ആയിരുന്ന അശ്വന്ത് സീനിയർ ആയിരുന്നു. അശ്വന്ത് സീനിയർ, രാധീശന്, അങ്ങനെ കുറച്ചു പേരുണ്ടായിരുന്നു. അശ്വന്ത് സീനിയർ അവരെല്ലായിരുന്നു എന്നെ ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നത്.
അത് കഴിഞ്ഞ് എന്റെ കൂടെ നിൽക്കാൻ എന്റെ ബാച്ചിലെ കുറെ പേരുണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ പിന്നെ എടുത്തു പറയേണ്ടത് എന്റെ ജൂനിയേഴ്സ്, അവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. എന്ത് കാര്യത്തിനും അവരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല ജേർണി ആയിരുന്നു. ഓക്കെ. ഒരു കേഡറ്റ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഒരു നല്ല ജേർണി ആയിരുന്നു. ആൻഡ് നിങ്ങളുടെ ആ സ്റ്റേയിലെ നിങ്ങളുടെ ഹോസ്റ്റലിന്റെ എൻട്രി, അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. നൈസ് ആയിരുന്നു ആക്ച്വലി. ആൻഡ് ഹൗ വാസ് ദ ആ ഒരു പ്ലാനിങ്ങും ആ ഒരു ഡേ ഓഫ് പ്ലാനിങ് ഒക്കെ എങ്ങനെയായിരുന്നു ആക്ച്വലി? ഹോസ്റ്റൽ ഡേ പ്ലാനിങ് എന്ന് പറയുന്നത് അതൊരു വലിയ കഥയാണ്. അതൊരു പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റുന്നതല്ല ആക്ച്വലി. അതിലൊരുപാട് അപ്സ് ആൻഡ് ലോസ് എല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അത് കഷ്ടപ്പെട്ട് കിട്ടിയ സാധനങ്ങളാണ്. ഒരുപാട് പലരും ഹെൽപ്പ് ചെയ്തു. എങ്ങനെയൊക്കെയോ ലാസ്റ്റ് നിമിഷം ഒപ്പിച്ചെടുത്ത സാധനങ്ങളാണ് അതൊക്കെ. പിന്നെ അത് വെച്ച് അതിന്റെ ഡാൻസ് ഒക്കെ ഞാനൊക്കെ തന്നെ അതിന്റെ തലേ ദിവസം രാത്രിയാണ് അവിടെ എത്തുന്നത്. ഞാൻ ആ സമയത്ത് ഇന്റേൺഷിപ്പിനായിരുന്നു. തലേ ദിവസം രാത്രി എത്തി, പഠിച്ചു, അടുത്ത ദിവസം പോയി കളിച്ചു. വേറൊന്നും ഉണ്ടായിരുന്നില്ല അതിനിടയ്ക്ക്. അപ്പൊ അതിനൊക്കെ കൂടുതലും വർക്ക് ചെയ്തത് ബാക്കി ഞങ്ങളുടെ കൂടെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന ബാക്കിയുള്ളവരാണ്. അവരായിരുന്നു ഇതിന് മൊത്തം ഇറങ്ങി നടന്നത്. ഞാൻ ഒരിക്കൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അതൊരു വലിയ സംഭവമാണ്. അതെനിക്ക് മൊത്തത്തിൽ ഒരു പോഡ്കാസ്റ്റിൽ പറയാൻ പറ്റില്ല. അപ്പൊ ആ ഹോസ്റ്റൽ ഗാങ്ങിനെയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ഇപ്പൊ? ഓഫ് കോഴ്സ്, എന്റെ ഹോസ്റ്റൽ ഗാങ് ആയിരുന്നു എന്റെ കോളേജ്. അപ്പൊ ഞാൻ എന്തായാലും അവരെ മിസ് ചെയ്യുന്നുണ്ട്. പേരെടുത്ത് പറയുകയാണെങ്കിൽ കോക്കാച്ചീസ് ഗാങ്ങിനെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെ ഞങ്ങള് അവിടെ ഉണ്ടായിരുന്നു ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാൻ, അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് ഇവിടെ വന്നു. അപ്പോഴും അവരുണ്ടെങ്കിൽ കുറച്ചുകൂടെ കഥകൾ പറയാനുണ്ടായിരുന്നു, എന്തൊക്കെയോ ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ അവരിപ്പോ അവിടെ ഇല്ല. അപ്പൊ എന്തായാലും അവര് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇപ്പൊ അവരെ കാണാറും വിളിക്കാറൊക്കെ ഉണ്ടോ? ഉണ്ട്. ഈ കുറച്ചു ദിവസം മുമ്പ് വരെ കണ്ടിട്ട് വന്നതേ ഉള്ളൂ. വിളിക്കാറും ഉണ്ട്, ചാറ്റ് ചെയ്യാറുണ്ട്. അതിങ്ങനെ പോകുന്നു. അത് ഇപ്പോഴൊന്നും കട്ട് ഓഫ് ഒന്നും ആവില്ല. അതിങ്ങനെ പൊക്കോളും. അപ്പം ചേച്ചിയുടെ NCC ജേർണി, ഹോസ്റ്റൽ വിശേഷങ്ങളൊക്കെ CC5യുടെ അടുത്ത് ഷെയർ ചെയ്താൻ ഒരുപാട് നന്ദി. ആക്ച്വലി എനിക്ക് NCCനെ കുറിച്ച് വലിയ ധാരണയോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ചേച്ചിയുടെ ജേർണി കേട്ടപ്പം ഞാൻ ആ ഒരു ചാൻസ് മിസ് ചെയ്ത് പോയല്ലോ എന്നൊരു മൊമെന്റ് വരെ എനിക്ക് തോന്നിപ്പോയി. അപ്പം ഈ ഒരു ജേർണിയും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞതിൽ ഒരുപാട് നന്ദി. CC5യുടെ എപ്പിസോഡിന് വിളിച്ചപ്പം ചേച്ചി മനസ്സോടെ വന്ന് അറ്റൻഡ് ചെയ്തതിനും ഇപ്പൊ ഒരുപാട് താങ്ക്സ് ഫോർ കമ്മിങ്. അപ്പൊ താങ്ക് യു ചേച്ചി. താങ്ക് യു. ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ആദ്യം ഇത് കേട്ടപ്പോ ഞാനൊന്ന് പേടിച്ചു, ലൈക്ക് ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോ. പക്ഷെ നല്ല കൂളായിട്ട് കഴിഞ്ഞു പോയി. ഓക്കെ, നല്ലൊരു ഇതായിരുന്നു. താങ്ക് യു. ചേച്ചി. അപ്പം NCC ജേർണിയും അതിലെ ഓർമ്മകളും നമ്മളോട് പങ്കുവെച്ച ചേച്ചിക്ക് ഒരുപാട് നന്ദി. അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. സോ ഇറ്റ്സ് മീ RJ അന്ന ജെയ്സൺ സൈനിങ് ഓഫ്. ലെറ്റ്സ് ഗെറ്റ് CC5.